Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വെളിനാട്ടിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ വെളിനാട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോണ്ടിനെൻ്റൽ ഡിഷാട്ടോ. ചിക്കൻ വെച്ചാൽ നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ പേര് എന്നാന്നല്ലേ? ഇതിൻ്റെ പേര് കേട്ടാൽ ആദ്യം ചിരിക്കുകയല്ല. കാര്യം ബേസിക്കലി നമ്മളെല്ലാവരും മലയാളികൾ എന്നതേലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വാക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചിരിക്കാൻ സാരിയില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് ഭയങ്കര നല്ല കോണ്ടിനെൻ്റൽ ഡിഷാന്നു. അതിൻ്റെ പേരാന്നു മംഗോളിയൻ ചിക്കൻ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിനകത്ത് നമ്മൾ വീട്ടിൽ ദിവസവും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇതൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യം മാത്രമേ നമ്മുടെ വീട്ടിലില്ലാതെ ഉള്ളൂ. അതെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ സാധനം വീട്ടിലേക്ക് വരാനുള്ള കാര്യവും പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ചിക്കനാ മസ്റ്റല്ല. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചിക്കനാണ്. ഈ ചിക്കൻ മുറിച്ചേക്കുന്നത് ഞാൻ ബ്രസ്റ്റ് പീസ് മേടിച്ചേച്ച് ഇതിനെ ഇത്രയും സ്ട്രിപ്പാക്കി വെച്ചാൽ മുറിച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് വെള്ള കുരുമുളക് പൊടിയാണ്, വൈറ്റ് പെപ്പർ പൗഡർ. പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ്. പിന്നെ വേണ്ടിയത് കുറച്ച് മൈദ വേണം. പിന്നെ ആന്നേൽ ഇച്ചിരി കോൺ സ്റ്റാർച്ച് വേണം. പിന്നെ വേണ്ടിയത് ഇച്ചിരി സവാള ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് നമ്മുടെ ക്യാപ്സിക്കം. പിന്നെ ഇതാന്നേൽ കുറച്ച് പാപ്രിക്ക പൗഡറാന്നേ. പാപ്രിക്ക പൗഡർ മസ്റ്റ് ഒന്നുമല്ല, ഇല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇട്ടേച്ചാലും മതി. അത് രണ്ടിൻ്റെയും ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പാപ്രിക്കകത്ത് ഒരു ഇച്ചിരി എന്നാ പറയുക, ഒരു സ്മോക്ഡ് എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈന്തുപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി ഈന്തുപ്പ് ഇട്ടേച്ചാൽ ഇച്ചിരി മുളക് പൊടി ഇട്ടേച്ചാൽ മതി. വലിയ വ്യത്യാസമല്ലേ, ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. ഇനിയാന്നു ഞാൻ പറയാൻ വന്നേ, വേണ്ടിയത് ആപ്രിക്കോട്ട് ജാമാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ്. ഇത് ഇച്ചിരി തിക്ക് സോയാ സോസാണ്. പിന്നെ പറ്റാത്ത ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ എപ്പോഴും കരുതാത്ത ഒരു കാര്യമാണ് ഹോയിസൺ സോസായത്. ഹോയിസൺ സോസിൻ്റെ ടേസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സോയായ, ഉപ്പ്, പുളി, മധുരം, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്ന ഒരു സാധനമായത്. ഇതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് അഥവാ നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ചു, അതിനൊരു ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട്. അന്നേരം ഒരു ഇച്ചിരി ബാക്കിയെല്ലാം ഇച്ചിരി ഒന്ന് ചേർത്തേച്ചാൽ മതി. ചേർത്തേച്ച് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടേച്ചാൽ മതി. ഏകദേശം ഇതിനോട് ഒപ്പിക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്നാന്നോ, ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇങ്ങനത്തെ സോസൊക്കെ മേടിക്കണേ, അതാണ് നല്ലേ. പിന്നെ വേണ്ടിയത് വലിയ ബോട്ടിലൊന്നും മേടിച്ച് വെക്കരുത്. ഒരു ചെറിയ ബോട്ടിൽ മേടിച്ച് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ വീട്ടിൽ. പിന്നെ വേണ്ടിയ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്. ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലൊന്നും നോക്കിയേല, കുറച്ച് വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം. ഒലീവ് ഓയിൽ ആണെന്നേലും അതായാലും മതി, പക്ഷെ വെളിച്ചെണ്ണ വേണ്ടാന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാണ്. ഇതിനകത്ത് ഇച്ചിരി പാട് പറയുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണമെന്നും വേണ്ട, ഡസ്റ്റ് ചെയ്യണം. അതായത് ഡസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺ സ്റ്റാർച്ചും മൈദയും ഉപ്പും കുരുമുളകും കൂടെ ഒരു, നമ്മൾ നേരത്തെയൊക്കെ ചെയ്യാറില്ലായിരുന്നു, അതേ കൂട്ട് ഒരു പ്ലേറ്റേ വെച്ചേച്ച് ഇച്ചിരി ഉപ്പും കുരുമുളകുമായിട്ടൊന്ന് സീസൺ ചെയ്തേച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് അതിനകത്തൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ഡസ്റ്റ് ചെയ്തെടുത്തേച്ച് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണേ. അന്നേരം നമ്മൾ എന്നാ ചെയ്യണം, ആദ്യം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഈ പറഞ്ഞ കൂട്ട് ഇതെല്ലാം ചെയ്താൽ മാത്രമേ എണ്ണ ചൂടാകത്തുള്ളൂ. ആദ്യം ഞാനൊന്ന് എണ്ണ ചൂടാവാൻ വയ്ക്കട്ടെ. ഇതിനകത്തോട്ട് ചിക്കൻ വറുക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, അല്ലെ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ വഴറ്റാനാന്നേലും അത് ഉപയോഗിക്കാമല്ലോ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്തേച്ച് ഇതിനകത്തോട്ട് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ 2:1 അതാന്നു. ഇതിന് 2 സ്പൂൺ ആന്നേൽ മൈദ, 2 സ്പൂൺ ആന്നേൽ കോൺ സ്റ്റാർച്ച് ഒരെണ്ണം. ഒരു നിറച്ച് 2 വലിയ ടേബിൾ സ്പൂൺ എടുത്തോ.
അന്നേച്ചും അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് കോൺസ്റ്റാർച്ച്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, അതായത് മൈദയ്ക്കകത്തോട്ടുള്ള ഉപ്പ് മാത്രം മതിയേ. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഇത് ഒത്തിരി സ്പൈസി അല്ല കേട്ടോ, ഒരിച്ചിരി ഒരു മൈൽഡായിട്ടുള്ള സ്പൈസേ ഉള്ളൂ. അതല്ല കുറച്ചുകൂടെ ഒരു സ്പൈസി വേണം എന്ന് തോന്നുവാന്നേൽ നമ്മുടെ മറ്റേ കുരുമുളക് പൊടി ഇട്ടേച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ അത്യാവശ്യം ആണെങ്കിൽ ചിക്കനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടോ വേണമെന്നുണ്ടേല. ഞാൻ അതിനകത്ത് ഒത്തിരി നിർബന്ധിക്കുകയില്ല. കാര്യം എന്നാന്നോ, നമ്മുടെ ഈ ചിക്കനൊക്കെ സോസസില്ലേ, ആ സോസസിന് ബേസിക്കലി ഇച്ചിരി ഉപ്പും പുളിയും ഒക്കെ ഉള്ള കൂട്ടത്തിലാന്നേ. അന്നേരം പിന്നെ നമ്മൾ ആദ്യമേ ചിക്കനെ ഇടുവാന്നേൽ കുറച്ചൊന്ന് ചിക്കനിലോട്ടും കൂടെ വരുന്ന ഉപ്പ് ഇച്ചിരി ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അന്നേരം പിന്നെ അത് ചേർക്കാതിരിക്കുക എന്നല്ലേ. പിന്നെ സോസ് എല്ലാം ചേർത്തേച്ച് നമ്മൾ നോക്കുമ്പോഴത്തേന് അഥവാ വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്തേച്ചാൽ മതി. സോസിനകത്തുള്ളതുകൊണ്ട് ചിക്കനകത്ത് പിടിക്കും, അതുകൊണ്ട് അധികം ചേർക്കല്ല ചിക്കനകത്ത്. അന്നേച്ച് ഈ ഓരോ ചിക്കൻ എടുത്ത് ഡസ്റ്റ് ചെയ്യുക. ഒരുപാട് പ്രയാസമൊന്നുമില്ല, ചുമ്മാ ഒന്ന് ഇട്ടേച്ച് പുരട്ടി എടുത്തേച്ചാൽ മതി. ഒത്തിരി മാവ് പെരളല്ലേ, അന്നേരം പിന്നെ ഇച്ചിരി കാട്ടി കൂടും, അത് വേണ്ട. നമുക്ക് എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഇച്ചിരി ഒന്ന് നേരിയതായിട്ട് മുറിച്ചേക്കുന്നതുകൊണ്ടേ അത് ഇച്ചിരി ഒന്ന് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയാ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. ഇതിനെ ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് വെച്ചേച്ച് നമുക്ക് വേഗം അതിനെ ഒന്ന് വാർത്തെടുക്കാം. എണ്ണ എനിക്ക് നല്ലതായിട്ട് ചൂടായി ഇരിക്കുവാന്നേ. അന്നേരം ഞാൻ തീ ഇച്ചിരി കുറച്ചേക്കുക. ആദ്യത്തെ തവണ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ വേവുള്ള പ്രശ്നം എന്നാണെന്നറിയാവോ, വെന്തില്ലല്ലോ എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് ടെൻഷൻ ആക്കണ്ട. പിന്നെ ആന്നേലും നമ്മൾ സോസിലിട്ടേച്ച് ഇതിനകത്തൊന്ന് ഇടുന്നുണ്ടേ, അന്നേരം ചിക്കൻ ഇച്ചിരി ഒന്ന് വെന്തോളും. ഇങ്ങനെ നമ്മൾ ഒരു ഓപ്ഷനൂടെ ഞാൻ തരാവേ. എന്നാന്നറിയോ, നമ്മുടെ ഈ വലിയ കത്തിരിക്കായില്ലേ, അന്നേരം ആ കത്തിരിക്ക അങ്ങോട്ട് മേടിച്ചേച്ച് ഇതേപോലെ നീളത്തിന് അരിഞ്ഞേച്ച് ഈ സെയിം സാധനം നമ്മൾ ചെയ്തേക്കുന്ന സെയിം സാധനം വെച്ചേച്ച് ഇതേപോലെ ഡസ്റ്റ് ചെയ്ത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ ആ കത്തിരിക്ക നല്ല ക്രിസ്പി ആവും. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സോസില്ലേ, ഇത് മൊത്തം നമ്മൾ ഇതേ പ്രോസസ്സ് ബ്രിഞ്ചോളിൽ ചെയ്യുവാന്നേലും ഇതേ ടേസ്റ്റ് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇനി ഇതേപോലെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ ഒത്തിരി മൊരുവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏകദേശം ഒരു ബ്രൗണേ. എന്നാൽ അങ്ങനെ കട്ട്ലേറ്റിൻ്റെ അത്രയല്ല, എന്നാൽ ഏകദേശം അതോളം എത്തുകയും വേണം. ഇത് മുഴുവൻ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ എൻ്റെ എന്നാ പറയുക, ആ ചിക്കൻ എല്ലാം നല്ല ഇച്ചിരി മൊരിഞ്ഞ് ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇടണവേ. അതിന് ആദ്യം എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇടാവുള്ളൂ. അതിൻ്റെ ആ ഒരു എന്നാ പറയുന്ന റോ ടേസ്റ്റ്, ആ പച്ചച്ചുവയൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വെളുത്തുള്ളി ഇടണം, പിന്നെ ഇഞ്ചി ഇടണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അന്നേരം ഏത് നേരവും ഈ വെളുത്തുള്ളിയുടെ ആ ഒരു എന്നാ പറയുന്ന ആ രുചിയാണെന്നും നമുക്ക് പിടിക്കാത്തത്. ഓ അതെ, ഇടയ്ക്ക് പോലും പിടിച്ചില്ല ഞാൻ പറഞ്ഞത്. എന്നാന്നോ, സ്പൂണേൽ ഇച്ചിരി വെള്ളം ഇരുന്നേ, അതാ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ടേച്ച്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി. നമ്മുടെ ആ ചിക്കന് നമ്മൾ എത്ര ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ
അതിന് വേണ്ടിയിട്ടുള്ളത് ചേർക്കണേ. പിന്നെ ആണെങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അത് ഇതിപ്പോൾ ചിക്കനാണ് ഞാൻ ചേർത്തേക്കുന്നത്. അഥവാ നമ്മളിപ്പോൾ വേറെ മീറ്റ് എന്നതേലും എടുക്കുവാന്നേൽ, അതായത് ബീഫോ മട്ടണോ അങ്ങനെയും എന്തെങ്കിലും എടുക്കുവാന്നേൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം ഇച്ചിരി കൂടി ഒന്ന് കൂട്ടിക്കോ. അതാന്നേൽ എന്നാലേ നമ്മുടെ ഈ ഡൈജഷനൊക്കെ ശരിയാവത്തുള്ളേ. അതിനകത്ത് ഇച്ചിരി കൊളസ്ട്രോളും അങ്ങനത്തെ ഫാറ്റ് കണ്ടൻസ് കൂടുതലായതുകൊണ്ട് ഇത് ഇച്ചിരി കൂടുതലിട്ടാലും തരക്കേടൊന്നുമില്ല. ഇതൊന്ന് ഇച്ചിരി മൊരിഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി മൊരിക്കണ്ട, എന്നാലും ആ ഒരു ഞാൻ പറയല്ല റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയേച്ചാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടണം. ഇതിനും ഓക്കെ ആന്നേലും ഒത്തിരി ഒന്നും വഴറ്റാനൊന്നുമില്ല. ഇച്ചിരി ആ ഒരു എന്നാ പറയുക കടിക്കണം. ആ ഒരു സവാളയൊക്കെ ആന്നേലും നമ്മൾ കഴിക്കാൻ നേരം ഒരു ക്രിസ്പിനെസ് ഇടയിൽ വരികയില്ല. എന്നാൽ സവാള ഒത്തിരി വേവും വേണം, അങ്ങനത്തെ ഒരു കണക്കാന്നേ. പിന്നെ ഈ നേരത്താന്നേൽ ഞാൻ പറയാം, ഇച്ചിരി കൂടിയൊക്കെ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ചമുളക് അരിഞ്ഞിടാം, അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടാം. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എന്നാ പറയുക പച്ചമുളകിൻ്റെ ഒരു എരിവില്ലേ, അത് നല്ലോണം അല്ലേ, അതിട്ടാലും മതി. ഒരു പച്ച കളർ ഇങ്ങനെ കിടക്കുകയും ചെയ്യും, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇവിടെ ഇപ്പം ഞാൻ സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും പിള്ളേർക്കും എല്ലാം കഴിക്കാനായിട്ടുള്ള പരുവത്തിനാന്നു. അന്നേരം ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഈ ബ്രസ്റ്റ് പീസ് പോലെ മേടിക്കുന്നില്ല, ഇതുപോലെ അരിയാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ കോഴി നമ്മൾ കറിക്ക് മേടിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് മേടിച്ച് വെച്ചാൽ അതിനകത്ത് എല്ലില്ലാത്ത കഷ്ണമൊക്കെ ആന്നേരം ഇച്ചിരി കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞെടുക്കുക. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കീമ മേടിക്കുക. കീമ മേടിച്ച് വെച്ച് വറക്കാൻ നോക്കിയല്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം പ്രോസസ്സായിട്ട് ചെയ്തേച്ചാൽ മതിയേ. ഇത് ഇച്ചിരി ഒന്നായി കഴിഞ്ഞേച്ചാൽ ഇതിൻ്റെ മേലിൽ, അതായത് നമ്മുടെ ആ ചേർക്കാൻ പോകുന്ന സോസിനും കൂടെ ഈ സ്പ്രിംഗ് ഓണിയൻ്റെ, അതായത് നമ്മുടെ ഉള്ളിത്തണ്ടിൻ്റെ ഒരു ഇച്ചിരി ഒരു എന്നാ പറയുന്ന ഒരു ടേസ്റ്റ് വരണേ. അന്നേരം ഒരു പകുതി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിൻ്റെ ഒരു പകുതിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പകുതി വെച്ചേക്കണം, എന്നാന്നോ ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണേ. ഇപ്പം നമ്മുടെ ആ ഉള്ളി ആന്നേലും ഒരു ഇച്ചിരി ഒന്ന് എന്നാ പറയുക വാടിയിട്ടുണ്ട്. ഇനി അടുത്ത് ചേർക്കാനുള്ളത്, നമ്മൾ എത്ര ക്യാപ്സിക്കമാണ് എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുക്കാലോളവും ചേർത്തു. കുറച്ച് വെച്ചേക്കണം, എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി സ്റ്റോക്കൊക്കെ ചേർത്തേച്ചും, സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളമായാലും മതി, ചേർത്തേച്ച് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാൻ. എന്നാലേ നമ്മൾ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേന് അവിടെ ഇങ്ങനെ അതും ഇങ്ങനെ ചുമന്ന് കിടക്കത്തുള്ളൂ. അതായത് പ്രസൻറ്റേഷൻ ഷുഡ് ബി കളർഫുൾ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി പാപ്രിക്ക പൗഡർ ചേർക്കാൻ പോവാ. പാപ്രിക്ക പൗഡർ തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർത്തേച്ചാലും മതി. പാപ്രിക്കയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഒരു ഇച്ചിരി സ്മോക്ഡ്, അതായത് നമ്മുടെ എന്നാ പറയുന്നത് ഒരു എന്നാ പറയുക ഈന്തുപ്പിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും ഉണ്ട്. അന്നേരം അത് ഒരു ഇച്ചിരി ഈന്തുപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തേച്ചാൽ മതിയേ. പക്ഷെ ചേർക്കുമ്പം കാശ്മീരി മുളക് പൊടി ചേർത്തേച്ചാൽ മതിയേ, മറ്റത് വേണ്ട. എന്താണെന്ന് വെച്ചാൽ എരിവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ ഒക്കുകയില്ല. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ആപ്രിക്കോട്ട് ജാം. ഒത്തിരി വേണ്ട, ഒരു നല്ല സ്പൂൺ, ഒരു മുഴുത്ത സ്പൂണിന് ചേർത്തേച്ച് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർക്കാവേ. തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ചേച്ച് നെക്സ്റ്റ് ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി കട്ടിയുള്ള സോയാ സോസാണ്. അന്നേരം ഒരു വലിയ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച്, അതായത് ഇച്ചിരി ഒന്ന് രുചി നോക്കിയേച്ച് അതിൻ്റെ അളവ് നിശ്ചയിച്ചോണം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. അത് കഴിഞ്ഞേച്ച് ഇച്ചിരി ഹോയിസൺ സോസ്, അതും ഒരു 1.5 സ്പൂണാന്നേ ചേർത്തേക്കുന്നത്. ഇത് നല്ലതായിട്ട് ഇതിനകത്തോട്ട്, അതായത് നമ്മുടെ ആ ഉള്ളിയേലും ഒക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കണം. അന്നേച്ച് ഇത് നല്ലതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഈ സമയത്താന്നു നമുക്ക് ഇച്ചിരി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഇല്ല, അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാം.
ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാനായിട്ട് ആന്നേൽ കുറച്ചുകൂടെ രുചി കിട്ടുവേ. അതിനാണ് ഞാൻ പറഞ്ഞ തനിയെ കോഴി മേടിക്കുവാന്നേൽ അതിൻ്റെ നിന്ന് നമുക്ക് ഇച്ചിരി സ്റ്റോക്ക് എടുക്കാനും വെക്കും. കീമയൊക്കെ ചേർക്കുവാന്നേൽ സ്റ്റോക്ക് കരുതണ്ട. അതല്ല ഇതേപോലെ ചിക്കൻ വാങ്ങിച്ച് വറുത്തൊക്കെ ഇടുവാന്നേൽ ഇച്ചിരി സ്റ്റോക്ക് കരുതുവാണെങ്കിൽ നല്ലതാണ്. ഞാനത് നിർബന്ധമായിട്ടൊന്നും പറയുകയില്ല. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ ടേസ്റ്റ് അത് തന്നെയായിരിക്കും. ഇനി നമ്മളിത് തിളയ്ക്കുന്നതിന് മുന്നേ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടാൻ പോവാം. അതായത് ചിക്കൻ ഇപ്പോൾ ബേസിക്കലി ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഇരിക്കുവാന്നേ. അന്നേരം അതിനി ഒരു ഇച്ചിരി ആ ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് പോയേച്ച് ആ സോസൊക്കെ ഒന്ന് പിടിക്കണം നല്ലതായിട്ട്. ഈ സമയത്താണ് അതിനെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ചേർത്തേക്കുന്ന സോസ് എല്ലാം ജാമും എല്ലാം ഇതിനകത്ത് അങ്ങ് ആയി കഴിഞ്ഞേക്കുക. അന്നേച്ച് നമ്മൾ ഇച്ചിരി രുചി നോക്കണം, ഇനി എന്നേലും ചേരുവകൾ ചേർക്കാനുണ്ടോന്നേ. അതല്ല ഇച്ചിരി ഉപ്പും കുരുമുളകോ വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർക്കാം. എല്ലാം ഈ സമയത്ത് ഇതെല്ലാം ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി അടച്ചിട്ടേച്ച് ചെറിയ തീയലിട്ടേക്കണം. അപ്പോൾ ഈ സ്റ്റോക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ ചാറ് ആ ചിക്കനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാ സ്റ്റോക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം എടുത്തേച്ച് കോൺ സ്റ്റാർച്ച് കലക്കി അതിനകത്ത് ഒഴിച്ച് എത്ര തിക്നെസ് വേണോ ആ തിക്നെസ്സിനായിട്ട് കണക്കാക്കി എടുക്കുക. ഇതൊന്ന് ഇച്ചിരി നേരം അടച്ചിട്ടേച്ച് ഞാൻ കോൺ സ്റ്റാർച്ച് ചേർക്കത്തുള്ളൂ. പക്ഷേ ഇനി അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ മേലല്ലോ. ഞാൻ അതെന്തായാലും കലക്കി കാണിച്ചു തരാം. അന്നേച്ചാൽ ഞാൻ എൻ്റെ ഈ ചിക്കൻ ഒത്തിരി സിമ്മേലാണ് വെച്ചേക്കുന്നത്. ഇത് ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ ആ സ്റ്റാർച്ചും കൂടെ ചേർക്കും. ഇനിയിപ്പോൾ ഞാൻ അതെങ്ങനെ കലക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അതുപോട്ടെ, അതിന് മുമ്പ് ഒരു കാര്യം പറയണം. എന്നാന്നോ ഇത് കലക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനാന്നേലും അവിടുത്തെ ഒക്കെ അമ്മമാരൊക്കെ പറയും, അയ്യോ മോളെ പോലെ ഇങ്ങനെ നമ്മുടെ വീട്ടിനടുത്തൊരു കൊച്ചുണ്ട് മറ്റേ മറിച്ചാന്നൊക്കെ പറയുവേ. മോളെ കൂട്ട് തന്നെ ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്നാ പറയുക, ഇപ്പോൾ കേട്ടാറുവാട്ടോ, നമ്മളെ പോലെ തന്നെ ഒരാളെ പോലെ തന്നെ ഒത്തിരി പേര് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 7 പേരോ 9 പേരോ അങ്ങനെ ഒരു കണക്കൊക്കെ ഇല്ലേ അങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്നാൽ പിന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ ഒത്തിരി പേരെ ഒരാളിലേക്ക് വന്നാൽ എന്നാ ചെയ്യും അല്ലേ? അങ്ങനെ ഒരു കഴിവുള്ള ഒരാളാട്ടോ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത്. അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനമായിരുന്നു ഉണ്ടാക്കുന്നത്. അതാരാന്നല്ലേ എന്നോടിപ്പോൾ ചോദിക്കുന്നേ? അതാണ് രാജാ സാഹിബ്. അതപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യം എന്നാന്ന്? ശരിക്കും പറഞ്ഞാൽ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് അന്നേലും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പാട്ടാന്നേലും ചിരിക്കാനാന്നേലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ ഏത് നേരവും എന്നതാ ഈ പറഞ്ഞ കൂട്ടി ഇങ്ങനെ ബലം പിടിച്ചൊന്നും ഇരിക്കാൻ എനിക്ക് ഒക്കെയില്ല. അങ്ങനത്തെ ഒരു സദസ്സിനാന്ന് എനിക്ക് പോകാനൊട്ടും ഇഷ്ടമല്ല. നമുക്കങ്ങ് ബ്രോഡ് മൈൻഡായിട്ട് ചിരിച്ച് ഉള്ള ലൈഫ് അങ്ങ് ആസ്വദിക്കുന്നതല്ലേ ഏറ്റവും നല്ലേ. അങ്ങനെ അന്നേലേ ഇവിടെ നമ്മുടെ സ്റ്റാർച്ച് കലക്കാൻ നമ്മൾ മറന്നു പോവേ. അന്നേരം നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ഇത് എന്നാ ചെയ്യണമെന്നുള്ളേ. ഈ കോൺ സ്റ്റാർച്ച് ഒത്തിരി എടുക്കണ്ട, ഒറ്റ സ്പൂൺ എടുത്താച്ചാൽ മതിയേ. അതെടുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം അന്നേലും ഒരു 1/2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് എത്രയാ ചാറ് ഒഴിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ആ കണക്കിനാണ്. ഒത്തിരി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങ് കുറുകിപ്പോവും, അതൊക്കെയല്ല. നമുക്ക് ഒത്തിരി ലൂസായിട്ടിരിക്കണം, അതനുസരിച്ച് കലക്കിയേച്ചാൽ മതിയേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം, ചൂടുവെള്ളം ഒന്നും ഒഴിച്ചേക്കല്ല, സാധാ വെള്ളം. സാധാ വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ അതങ്ങോട്ട് സൈഡിലോട്ട് കലക്കി വെച്ചേച്ചാൽ മതി. ഒത്തിരി പ്രയാസമൊന്നുള്ള കാര്യമൊന്നുമല്ല, ഇത് വേഗം കലങ്ങും. മൈദാ കൂട്ടല്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ചിക്കനേലൊന്നും പിടിച്ചില്ലേ, അത് പിടിക്കണം. പിടിച്ചാൽ മാത്രമേ എനിക്ക് സ്റ്റാർച്ച് ഒഴിക്കാനൊക്കത്തുള്ളൂ. ഇനി ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ, സ്റ്റാർച്ച് ഒഴിക്കാൻ പ്രസൻറ്റ് ചെയ്യുക. എല്ലാ പ്രാവശ്യവും ഞാൻ പ്രസൻറ്റ് ചെയ്തേച്ചല്ലേ കാണിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുകയും ചെയ്തേ പ്രസൻറ്റ് ചെയ്തേച്ച് കാണിച്ചു തരുന്നത്. പക്ഷെ അന്നേരം എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്താൽ ഒക്കെയല്ലോ. അന്നേരം ഒരു നേരമായാലും കാണിക്കട്ടെ. ഈ പ്രാവശ്യം എന്നാണെന്നറിയാമോ ഞാൻ കാണിച്ചു തരാം, പ്രസൻറ്റേഷൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഇത് ഏറ്റവും എളുപ്പമായുണ്ട് കേട്ടോ. ഇച്ചിരി ഒരു എന്നാ പറയുക, ഒരു ഇച്ചിരി മെനക്കേടാന്നേൽ നമ്മൾ എന്നാ പറയുക ഒത്തിരി നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോറടിക്കുവേ. അന്നേരം ഇപ്രാവശ്യം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ കറി അതിനകത്തിരുന്ന് അങ്ങ് തിളക്കട്ടെ. ആ ചൂടോടെ വേണം നമ്മൾ എപ്പോഴും ഏതൊരു ആഹാരവും കൊടുക്കാനും. അല്ലെങ്കിലും ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് ആ ചൂടുണ്ടെങ്കിൽ അതിന് നല്ല രുചി വരുന്നേ. ഇപ്രാവശ്യം ഞാൻ എടുത്തേക്കുന്ന എന്നാന്ന് വെച്ചാൽ ബ്ലാക്ക് പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. മസ്റ്റൊന്നും അല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ബേസ് ബോട്ടം ചെയ്യാൻ പോകുന്നത് ഏറ്റവും അടിയിലത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈസ് നൂഡിൽസ് ഞാൻ വേവിച്ച് വെച്ചേക്കുവാന്നേ. ഇച്ചിരി ഉപ്പിട്ടേച്ച് വേവിച്ചേക്കുക. അന്നേരം വേവിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു ഇച്ചിരി എണ്ണ തൂത്തേച്ച് വെക്കണം. അതായത് എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തേച്ച് അതിനെ ഒന്ന് കുടഞ്ഞ് വെച്ചേച്ചാൽ അതിങ്ങനെ തമ്മി ഒട്ടിപ്പിടിക്കുകയല്ല. അതേ അതിനുള്ളൊരു നമ്മൾ വേവിച്ച് വെക്കുമ്പോൾ ചെയ്യാനുള്ളത്. ഇനി അതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് പ്ലേറ്റ് എടുത്തേച്ച് നൂഡിൽസ് വൈറ്റ് അല്ലേ, അതുകൊണ്ട് കളർ കോമ്പിനേഷൻ നോക്കിയെന്നേ ഉള്ളൂ, വലിയ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല കേട്ടോ. ഇതിപ്പോൾ ഒരു വൈറ്റ് പ്ലേറ്റിലാണെങ്കിലും വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക. ഇതാദ്യം അങ്ങോട്ട് വെച്ചേച്ചു. നെക്സ്റ്റ് നമ്മുടെ കറി നല്ല ചൂടാന്നേ, ഓഫ് ചെയ്തേച്ച് ഇതിൻ്റെ മിഡിൽ പോർഷനായിട്ട് ഇത് ഇട്ടേച്ചാൽ മതി. ചിക്കൻ നമ്മൾ ക്രിസ്പി ആയിട്ട് വറുത്തോണ്ട് അത് തന്നെ അങ്ങനെ തന്നെ ഉണ്ട്, ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ടില്ല. അന്നേച്ചും ഇതിൻ്റെ ഇച്ചിരി കൂടെ സോസ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ അതിൻ്റെ മേളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്, ഇതാണ് നമ്മുടെ ചിക്കൻ മംഗോളിയൻ. ഇനിയിപ്പം നമ്മൾ എന്തായാലും കൈ കൊണ്ട് തിന്നാൻ നോക്കിയല്ല, ഫോർക്ക് വേണം, അതെടുത്തുകൊണ്ട് വരട്ടെ. ആനി കിച്ചനെ സ്നേഹിക്കുന്നത് പോലെ എനിക്കെന്നെ സ്നേഹിച്ചൂടെ? ഇതിനുള്ള മറുപടിയേ ഞാൻ ഇപ്പം തരാവേ. ലാലേട്ട ഒന്ന് നീങ്ങി നിൽക്കോ, ഇപ്പം വരെ. പെട്ടെന്ന് വേണം. പിന്നെ ഇപ്പം വരാം. ലാലേട്ട മറുപടി വേണ്ടേ? ഇത് പോരെ ലാലേട്ടാ? ആനി കിച്ചനെ സ്നേഹിക്കുന്ന പോലെ നിനക്കെന്നെ സ്നേഹിച്ചൂടെ? രാജാക്ക് റാണി തന്നെയാ നല്ല. രാജ റാണി, അതാ കറക്റ്റ്. അതെ, ഒരു കാര്യം ചോദിക്കണം ചേച്ചേ, ശരിക്കും പണ്ടൊക്കെ മിമിക്രി ഞാൻ ഈ സ്കൂളിൽ നിന്നൊക്കെ കാണാൻ പോകുമ്പോഴത്തേന് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ഒച്ചയാന്നേ. അന്നേരം പട്ടി കുരയ്ക്കുന്ന, പൂച്ച മാറുന്ന, അന്നേരം പിന്നെ അത് മാറിയേച്ച് ഇങ്ങനെ ഈ നമ്മുടെ സെലിബ്രിറ്റീസിനെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയ ശബ്ദമായിട്ടുമൊക്കെ. പിന്നെ ഫുൾ മേക്ക് ഓവറായി, അതായത് ഒരു രൂപം കൊണ്ടേ മാറി. ചേഞ്ച്, അതായത് ശബ്ദാനുകരണത്തോടു കൂടി ഒരു രൂപാനുകരണവും അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു തുടക്കം കുറിച്ച്. ഒരു ഫിഗറായിട്ട് ചിലർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷേ ഒരാൾ തന്നെ മൾട്ടി ഫിഗർ, ഒരാൾ തന്നെ ഒറ്റയ്ക്ക് പെട്ടെന്ന് പല രീതിയിലേക്ക് മാറുന്ന ഒരു കോൺസെപ്റ്റുമായിട്ടാണ് മലയാള മിമിക്രി ഫീൽഡിലേക്ക് ഞാൻ എൻട്രി ആവുന്നത്. ലാലേട്ടാ, വർത്താനം പറയുമ്പോൾ ഈ ഗ്ലാസ് വേണോ? അതൊന്നും ഒരു മരമോ? ഇത് എൻ്റെ പുതിയ റൈബാൻ ഗ്ലാസ്. ഇത് ഞാൻ മടക്കി വെക്കാം. ഇതിൻ്റെ പഴയ പവർ ഗ്ലാസ്. പഴയ പവർ ഗ്ലാസ്. അല്ല, നമുക്ക് ഈ എന്താണ്
കഴിക്കാൻ എന്താ ഞങ്ങൾ ഞാൻ റാണിയോട് വിശേഷമൊക്കെ ഒന്ന് ചോദിക്കട്ടെ. പക്ഷെ അത് ഈ പറഞ്ഞോട്ടെ എന്നെ വിശന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ വിശേഷം ചോദിക്കാന്ന് വിചാരിച്ചാ പറയാൻ സമ്മതിക്കില്ല അല്ലേ? ഓ അത് പിന്നെ വേണ്ട, ഞാനത് സെപ്പറേറ്റ് ചോദിച്ചോളാം. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടുമ്പോഴത്തേനുണ്ടല്ലോ വിശേഷവും കൂടും. സത്യവാ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, പൊതുവുള്ള വിശേഷം നമുക്ക് കേൾക്കാം. പക്ഷെ ഇവിടെ നോക്കിയല്ല, നമുക്ക് അങ്ങോട്ട് പോവേ. ഇവിടെ ഉണ്ട് സ്ഥലം അല്ലേ? ഇതേ മംഗോളിയൻ ചിക്കൻ ആണ്. ചിക്കൻ ആണല്ലേ? അതെ. ചിക്കൻ ഇഷ്ടമാണോ? ഞങ്ങൾക്ക് കൂടുതലും അതെ, നോൺ വെജ് അല്ലേ? എനിക്ക് ബീഫ് പിന്നെ അങ്ങനെ വലിയ താല്പര്യമില്ലേ. ഇപ്പൊ ഞാൻ അവിടെ തന്നെ ചോദിച്ച ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ലേ. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പോവാ. അപ്പം ഈ ആദ്യമായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടേഴ്സ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ കോൺഫിഡൻസ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജും ആദ്യം ആരെയാ ചെയ്തതെന്നും എങ്ങനെ അതിനു വേണ്ടിയുള്ള ഹോംവർക്ക്സ് എടുത്തത്? ആക്ച്വലി നമ്മുടെ എന്താണ് മഹാൻ ആയ സൂപ്പർ സ്റ്റാർ ഷാജി ചേട്ടൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള ആരാച്ചിട്ടാണ് സുരേഷ് ചേട്ടൻ. അതെ, സുരേഷ് ചേട്ടൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, മുകേഷ് ചേട്ടൻ പഠിച്ച സ്കൂളാണ്. ഇവരൊക്കെ അവിടെ സ്റ്റാറായിട്ട് വരുമ്പോൾ ഞാനവിടെ നിക്കറൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ബൊക്കെയൊക്കെ ആയിട്ട് ഇവരെ കൊണ്ട് കൊടുത്ത്, അതുപോലെ രണ്ടുപേർക്കും ബൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ ചേട്ടനെ പിന്നെ ഞാൻ അനുകരിക്കാനുള്ള ശ്രമം അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തു. അത് സിനിമയിൽ എങ്ങനെയാണ് ഈ സംഭവം, അത് എങ്ങനെയാണ് ഈ സൗണ്ട്, ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ സൗണ്ടൊക്കെ ഞാൻ അനുകരിച്ച് തുടങ്ങി, ചേട്ടൻ്റെ ആക്ഷനും കാര്യങ്ങളുമൊക്കെ. അപ്പം എങ്ങനെയാണ് അനുകരിച്ച് ഫസ്റ്റ് ചോദിച്ചത്, രാജ എങ്ങനെയാണ് അനുകരിച്ച് തുടങ്ങിയത്? അപ്പം ഞാൻ ചേട്ടാ നമ്മൾ സ്കൂളിൽ എൻ്റെ ഒരു പയ്യൻ, ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത്, ക്ലാസ്സിൽ വരുമ്പോൾ അവൻ എപ്പോഴും നല്ല ഉണക്കമീൻ കൊണ്ടുവരും. ഉണക്കമീൻ കൊണ്ടുവരുമ്പം ഇവൻ്റെ ഇത് ഇങ്ങോട്ട് തുറക്കുമ്പം ആ സ്മെല്ലും കൂടെ ഭുമ്മെന്നും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഞാനവിടെ ഇങ്ങനെ ആക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവൻ ചോദിക്കും നീ ആരോടാ, സുരേഷ് ഗോപിയാണ്? അപ്പം ഞാനിപ്പോൾ ആലോചിച്ചു ശരിയാണല്ലോ, ഈ സാധനം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ പറഞ്ഞിടാ ആ ഉണക്കമീനും കൊണ്ടുവന്നിട്ട് ഞാനത് ഇത് ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെ ഇവൻ ഉണക്കമീൻ സുരേഷ് ഗോപി പഠിക്കാൻ എന്നിട്ട് ഇതെടുത്ത് വെച്ചിട്ട് തന്തയില്ലാത്തവൻ അവനവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോൾ ആരുടെ മുഖത്ത് നോക്കി തന്തയില്ലാത്തവൻ എന്ന് പറയാം? യെസ്, ഹി ഈസ് എ തേർഡ് റേറ്റ് ബാസ്റ്റർഡ്. യു ആർ എ ബ്ലഡി പെയിൻ ഇൻ ദ ഡാഷ് ആൻഡ് ഐ സൊസൈറ്റി. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ സുരേഷ് ചേട്ടന് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. ഇപ്പൊ ഏതാ സുരേഷ് ചേട്ടാ പുതിയ പ്രോജക്റ്റ്? ആക്ച്വലി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു തമിഴ് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, വിക്രത്തിൻ്റെ കൂടെയാണ് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി സൂപ്പർ ഹിറ്റ് ഫിലിം വിത്ത് വിക്രം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിലെ ക്യാരക്ടറിൻ്റെ കാര്യം പറയണമെന്ന് തന്നെ ഇല്ല, അതൊക്കെ മേലെ മിമിക്രി ആർട്ടിസ്റ്റിനൊക്കെ ശരിക്കും ഒരുപാട് കീനായിട്ട് ഒബ്സർവ് ചെയ്താലേ നമുക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനൊക്കത്തുള്ളൂ അല്ലേ? ചില ഡയറക്ടേഴ്സ് നമ്മൾ പെരുമാറുമ്പം അപ്പോൾ ഇപ്പോൾ ഒരു ഡയറക്ടർ അതായത് നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അതിൽ നമുക്കൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സംസാരത്തിൽ കുറച്ച് സ്മാർട്ടാണെങ്കിലും ആൾ ഭയങ്കര ദേഷ്യക്കാരൻ. അപ്പം അത് നമുക്ക് എപ്പോഴാണ് ആ കുട്ടിക്ക് ദേഷ്യം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനോജ് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരും. അപ്പം അങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ. ഇങ്ങനെ ഡയറക്ടേഴ്സൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഈ വളരെ സൈലന്റ് ആയിട്ട് ശശിയേട്ടനൊക്കെ ചിലപ്പം അങ്ങനെ ആയിരുന്നു, നമുക്ക് അറിയില്ല. ഇത് ഞാൻ ചുമ്മാ ഒരു ഒബ്സർവേഷൻ. ഒരു ഡയറക്ടറിന്റെ ക്യാരക്ടർ റാണി എപ്പോഴും അദ്ദേഹത്തെ എത്ര ക്ലീനായിട്ട് നോക്കാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷം. അതിനുമ്പോ ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല, പിന്നെ എനിക്ക് മൊത്തം ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഇഷ്ടംപോലെ. ഡാഡി പിന്നെ എൻ്റെ ഇത് പറഞ്ഞു
കല്യാണം കഴിച്ചു, രാജ റാണി പൊക്കോളാൻ പറഞ്ഞു, വിളിച്ചോണ്ട് പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇതായിട്ട് റിലേറ്റഡ് ആണോ? എൻ്റെ ഡാഡിയുടെ സിസ്റ്ററിന്റെ മോളാണ്. അടിച്ചോണ്ട് പോന്നാന്നോ? ഇല്ല, ഇവളെ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു എൻ്റെ ഗേൾഫ്രണ്ടിന്റെ വീട്. അപ്പൊ ഇവളായിരിക്കും ഇവളെ കാണാൻ വരുന്നതായിരിക്കുന്നു. അപ്പോഴേ ഇവളെ ബ്രദറായി അവനൊരു കട്ടൻ ചായ കൊടുത്ത് പറഞ്ഞു വിട്ടാരാ. പക്ഷേ ഡാഡി ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതാണ്. രാജേശ്വരി ശരിക്കും ഒത്തിരി വർത്താനം പറഞ്ഞപ്പോഴത്തേനും ഒരു ഇന്നസെന്റിന്റെ ഒരു ഒത്തിരി റിസംബ്ലൻസ് വരുന്നുണ്ട് കേട്ടോ ഫേസിനകത്ത്. അത് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്തു. ഇന്നസെന്റ് ഏട്ടൻ ഇത് സംസാരിക്കുന്ന പോലെ എങ്ങനെയാന്ന് എന്റെ അടുത്ത് ചോദിച്ചോ എന്തെങ്കിലും? ഞാൻ ചോദിക്കാം. ഇന്നസെന്റ് ഏട്ടാ ശരിക്കും ഈ ഇലക്ഷനൊക്കെ നിൽക്കാൻ തീരുമാനിച്ചാ? ഇലക്ഷൻ ആകുമ്പം ഈ പറഞ്ഞ പോലെ സിനിമയിലും നമുക്ക് ഭരിച്ച് ജീവിക്കാലോ. വീട്ടിൽ മാത്രം ഭരിച്ചിട്ട് കാര്യമുണ്ടോ? നാട്ടിലൂടെ ഇറങ്ങി ഭരിക്കണ്ടേ? താല്പര്യമുണ്ടോ? അന്നേരം പ്രസംഗത്തില് ഞാൻ ഒരു പ്രാവശ്യം കേട്ടല്ലോ, ഏതാണ്ട് എന്നെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ അന്നേല് 10 പൈസയിലും കിട്ടുമായിരുന്നു, ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോ ഒന്നും കിട്ടുന്നില്ല എന്ന്. അല്ല, ഞാൻ ഈ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്ക് ഈ കൈക്കൂലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അതിങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരുമ്പം തന്നെ ഒരുപാട് മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ജീവിച്ചിരിക്കണമെന്ന് തന്നെ ഉണ്ടാവില്ല. അതിങ്ങനെ പെട്ടെന്ന് നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ, നിന്റെ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തു, ഇനി നിനക്ക് തിരിച്ചിങ്ങോട്ട് വരാമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്പിളി ചേട്ടൻ്റെ കാര്യം, അദ്ദേഹത്തിനെ പോയി ചിരിപ്പിക്കാൻ എനിക്ക് പറ്റിയെന്നുള്ളത് അത് ന്യൂസ് വന്നായിരുന്നു, ഓൺലൈൻ ന്യൂസ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പോയി കാണാൻ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് അവിടെ ചെന്നപ്പം എൻ്റെ കൂടെ ഉള്ളവരെ മനസ്സിലായില്ല. ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി എന്നെ നോക്കിയപ്പം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു 3-3.5 മണിക്കൂർ അദ്ദേഹത്തിനോടൊപ്പം ഞാനിരുന്നു. ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ചങ്ങാതി പൂച്ചയിൽ അഭിനയിച്ചത്, ആദ്യത്തെ ഗൾഫ് പ്രോഗ്രാം, അമേരിക്കൻ ട്രിപ്പ്, പിന്നെ ഏറ്റവും കൂടുതൽ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഫ്രണ്ട്ലിയാണ്. എൻ്റെ അടുത്താണ് എല്ലാ രഹസ്യങ്ങളും എല്ലാ പരസ്യങ്ങളും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ പറയും. അപ്പോൾ ചേച്ചിയൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് അമേരിക്കൻ ഷോയ്ക്കൊക്കെ പോയപ്പോഴും എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും പൈസയൊക്കെ ആദ്യം എന്തായി മേടിച്ചോ എന്നൊക്കെ ഉത്തരവാദിത്തോടെ നമ്മളടുത്ത് വിളിച്ച് ചോദിച്ചു അത് കറക്റ്റ് ചെയ്തിട്ട് പുള്ളി ബാക്കി സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരു സംഭവം വന്നാലും എന്നിട്ട് പോലും പുള്ളിയെ ലീഡറാക്കി വെച്ചിട്ട് നമ്മൾ ആ ഷോ ചെയ്തപ്പോൾ പുള്ളി ഈ എല്ലാവരുടെയും പൈസ പുള്ളി ഇടപെടേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ, എല്ലാവരുടെയും പൈസ കാര്യങ്ങളൊക്കെ. അപ്പം അത്ര ഇൻറ്റിമസി ഉള്ള ഒരു മനുഷ്യനാണ്. ഞങ്ങളിങ്ങനെ ഇതുപോലത്തെ ചില പിന്നെ ഹ്യൂമറായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ കുറേ കഥകൾ വന്നപ്പോൾ പുള്ളി എന്നിട്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ സംഭവം, ഈ പുള്ളിയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ സാമത്തിട്ട് എന്തോ കാണിക്കാനോടോ ഇങ്ങനെ നിൽക്കുന്നത്, എന്തോ ഉണ്ടാക്കാം, കുറേ നാളായില്ലോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വയലുണ്ടാകും. അപ്പം മറ്റെല്ലാവരും ഉണ്ടാവും സെറ്റിൽ, എല്ലാവരും ഡെസ്പായി പോകും. എനിക്കിത് ആ ഗൾഫ് പ്രോഗ്രാം ആദ്യം പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കൂടെ 95-ലാണ് ദുബായിൽ ഷോയ്ക്ക് പോയത്. അപ്പോഴേ അന്ന് മുതലുള്ള ബന്ധമാണ്. അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും ഓർമ്മയിൽ ഉണ്ടെന്നുള്ളതാണ്. അത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ആ സാധനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കിലുക്കത്തിലെ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മറ്റേ ഈ ചിഞ്ചിര ആ പാട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡയലോഗ് ഞങ്ങൾ ലാലേട്ടനും ഞാനും അമ്പിളിച്ചേട്ടൻ നിശ്ചലായിട്ടുള്ള ക്യാരക്ടറും കൂടെ സ്റ്റേജിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ റിഹേഴ്സലൊക്കെ ചെയ്തതൊക്കെ ഇങ്ങനെ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ട്. അപ്പോഴാണ് മറ്റേ ചങ്ങാതി പൂച്ചയിൽ അഭിനയിച്ച സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ തെറി പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഞെട്ടിപ്പോയി. ആ സംഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ആ മനസ്സിൽ ഒരു ചെറിയൊരു ഉണർവ് പോലെ ഉണ്ടായി. ഇതും കഴിഞ്ഞിട്ട് ആ സംഭവം പറയുമ്പോഴേ പുള്ളി ഇങ്ങനെ ചിരിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു, അയ്യോ അമ്പിളിച്ചേട്ടൻ ചിരിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടൊരു പിക്ക് എടുക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അത് വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഈ ചിരിക്കുന്ന വീഡിയോ കിട്ടി. അപ്പോൾ ഇത് നമ്മളെ വാർത്താ ചാനലുകാർ കണ്ടിട്ട് ഇത് ഞങ്ങൾക്ക് വേണം, ഈ സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഇതെടുത്ത് ഞാൻ പറഞ്ഞു പേഴ്സണലി എടുത്താണ്, ഇതിന് ഒരു മാർക്കറ്റ് സംഭവങ്ങൾ അല്ല, ഇത് കാണിക്കണം, ജഗതി ചേട്ടനെ ഇങ്ങനെ ചിരിപ്പിച്ചല്ലോ എന്നുള്ളത് ഇത്രയും വർഷമായിട്ട് എനിക്ക് മനസ്സിലായി. തിരിച്ചു കിട്ടാന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആദ്യത്തെ സിനിമയിലല്ലേ. പിന്നെ എന്റെ ആദ്യത്തെ പടം ഞാൻ തുടക്കം കുറിച്ച് അങ്ങനെ ആദ്യത്തെ ഷോട്ട് ആയിരുന്നു
ഫസ്റ്റ് അമ്പിളിച്ചേട്ടനോട് തന്നെയായിരുന്നു. കാര്യം എന്താ അറിയോ, എനിക്ക് ഏറ്റവും അമ്പിളിച്ചേട്ടനെ തോന്നുന്നത്, നമ്മളിപ്പോ എല്ലാരും കൂടെ ഒരു കോമ്പിനേഷൻ സീനാന്ന് വെച്ചോ, ടേക്ക് പറയുമ്പോൾ അമ്പിളിച്ചേട്ടന്റെ ഫേസിൽ ഒരു എക്സ്പ്രഷനും ഉണ്ടാവത്തില്ല, പക്ഷെ വാ എനക്കാതെ നമ്മളോട് വർത്താനം പറയും. അതന്നെ ഇല്ലേ, ഇങ്ങനെ സംസാരിക്കും ഷോർട്ടിന്റെ ഇടയില്. എന്തോ അവന്റെ പേര് എന്നൊക്കെ ഇങ്ങനെ അന്നൊന്നുമല്ല, ഫേസിനകത്തും എക്സ്പ്രഷൻ ഇല്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ സ്ട്രേറ്റ് ആണെങ്കിൽ ഇങ്ങനെ ചിരിപ്പിക്കാവുന്നതിന്റെ മാക്സിമം ചെയ്യും. പക്ഷെ അമ്പിളിച്ചേട്ടൻ ഒരു ഏറ്റവും കൂടുതൽ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ തീർച്ചയായിട്ടും രാജേട്ടൻ ശരിക്കും മിമിക്രി അല്ലാണ്ട് പാട്ട് അങ്ങനെ എന്നേലൊക്കെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എനിക്കറിയാൻ പാടുമെന്ന്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാരി മാമണ്ണ ചാഞ്ചാടു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാരി മാമണ്ണ ചാഞ്ചാടു. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി പച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങ ഉടുത്തു പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാരി മാമണ്ണു ചാഞ്ചാടു. കുഞ്ഞോളെ കുമ്പാരി മാമണ്ണു ചാഞ്ചാടു. ഇപ്പം രാജേശ്വരന്റെ സ്വരം ഓൺ വോയിസിലാ പാടിയേ. ഇത് ശരിക്കും പലരായിട്ട് പാടുമ്പോഴത്തേന്, അതായത് പല പ്ലേ ബാക്ക് സിംഗേഴ്സ് പാടുന്ന പോലെ ഒന്ന് പാടാവോ? അതായത് ഒരു പാട്ടേൽ ഒതുക്കല്ലേ? ഒരു പാട്ട് അതായത് എം ജി ചേട്ടന്റെ സംസാരം ശബ്ദം നമ്മൾ അനുകരിക്കുകയാണ്. സ്വാമിനാഥ പരിപാലയാ സുമാ, സ്വാമിനാഥ പരിപാലയാ സുമാം സത്പ്രകാശ മല്ലീഷു ഗുരുഗുണ ദേവസേനേശ, സ്വാമിനാഥ പരിപാലയാ സുമാ. പിന്നെ எஸ் பி சாரிൻ്റെ அது ഞാൻ അനുകരിച്ചിട്ടുണ്ട്. லிரிக் இல்லாமல் கூட டூன் கேட்டால் கண்ணீர் தண்ணி வர மாதிரி இருக்கணும். அதில் எனக்கு கிடைச்ச ஒரு நல்ல சாங் அது. கேளடி கண்மணி பாடதன் சங்கதி, நீதை கேட்பதால் நெஞ்சிலோ நிம்மதி. நாள் முழுதும் பார்வை நான் எழுதும் போர்க்கதையே எனக்கென நான் கூட. இது எனக்கு ரொம்ப பிடிக்கிற சாங். நீங்களாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி வணக்கம். വേറെ ആരൊക്കെയാ? എൻ്റെ കേരളം എത്ര സുന്ദരം, ജനിച്ചതങ്ങു ജീവിക്കുന്നു വളർത്തുമകളായി ഞാൻ, ഒരു വളർത്തുമകളായി ഞാൻ, ഒരു വളർത്തുമകളായി ഞാൻ. എങ്ങനെ ദീദി അല്ലേ പെർഫോമൻസ് വൈസ്? എനിക്കത് എന്നെ ദീദി ഇപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ വിളിക്കുന്നത് ഹായ് ഉഷ ഹൗ ആർ യു. ശരിക്കും നല്ല അസലായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അവരുടെ അടുത്ത് എത്ര ഇഷ്ടം കൂടുന്നു അത്രയും നമുക്ക് അവരെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ പറയിപ്പിച്ച് എന്നാലും ഫുഡ് തന്നില്ല കേട്ടോ, അത് വലിയൊരു സോറി ഉണ്ട്. എന്നാലും ഈ പാട്ടും ഇതൊക്കെ കേൾക്കാനും ഒക്കെ ഇല്ലേ, ഞാൻ ഇതങ്ങ് മറന്നുപോയി, സത്യമാണ് വിട്ടുപോയി. അതാ ഞാൻ ഇതിലങ്ങ് ആസ്വദിച്ചിരുന്നു പോയേ. അതിനിപ്പം നമ്മള് പീസായി കാണുമെന്ന് തോന്നല്ലേ, മുറിച്ച് കഴിക്കാമല്ലോ. പീസായിട്ട് ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നല്ലേ. അമ്മേ മഹേന്ദ്ര അത്രയൊന്നും വിളിക്കണ്ട. പിന്നെ വേണേ അറിയാവുന്ന ഒക്കെ ദൈവങ്ങളുടെ പേരും വിളിച്ചു. സാധാരണ ഗതിയിലൊക്കെ ഞാൻ കാണുന്ന എന്നാന്നറിയാമോ, ഈ കുരിശ് വരച്ചേച്ചൊക്കെ എണീറ്റ് നിന്ന് തൊഴുതൊക്കെ എല്ലാവരും കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് അവരൊക്കെ എന്നെ അനുഗ്രഹിച്ച് തന്നേക്കുന്നതാ, അതറിയാവോ? ഇത് റാണി എന്ന് പറഞ്ഞാൽ പാചക റാണി കൂടെ എനിക്കറിയാം കേട്ടോ. നല്ല അസലായിട്ട് എന്നൊക്കെ ചെയ്യും. എന്നാ സ്പെഷ്യൽ ആണോ, കോണ്ടിനെന്റൽ ആണോ, ഇറ്റാലിയൻ ആണോ? നമ്മുടെ ഈ അറബിക് ഫുഡ് അങ്ങോട്ട് ചോദിച്ചില്ല. അവിടെ ഇല്ല, എനിക്ക് റാണി പറഞ്ഞു തന്നാ മതി. എന്നൊക്കെ ഭക്ഷണമാ വീട്ടിലുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. ഇല്ല, ഞാൻ മിണ്ടുന്നില്ല. മിണ്ടരുത് ഒന്ന് പറഞ്ഞേ. എന്നൊക്കെയാ ചെയ്യുന്നേ? ഇല്ല, എല്ലാം ഒന്നും ഉണ്ടാക്കില്ല.
വീട്ടിലെന്നാത്തിനാ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞേ ഞാൻ പറയണ്ടെന്നാ പറഞ്ഞ. മിണ്ടി പോരുത്, ഒരക്ഷരം പോലും മിണ്ടി പോരുത്. അവളെ ഫുഡേക്കാൾ കൂടുതലും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണ ജീവിയാണ്. എനിക്ക് ആകെ ഇഷ്ടം കുക്കിംഗ് ആണ് അവളുടെ. അല്ല, ആകെ ഇഷ്ടം എന്ന് വെച്ചാല് നമ്മള് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ആകെയാണല്ലോ. എന്നെ അടിമയാക്കിയതെല്ലാം ഉള്ള പാചകമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഉള്ളത് തുറന്ന് പറയുകയും ചെയ്യും. അതിനകത്ത് ഇപ്പം എൻ്റെ പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഒരു പ്രത്യേക ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരാളാണ്. എന്നൊക്കെ ചെയ്യുന്ന ബിരിയാണി ഞാൻ എന്നാ ചോദിച്ചാലും പറയൂന്ന് പറയുമ്പോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് മൈക്ക്, അതാണ് ഞാൻ കോളാമ്പി. അവിടെ ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ പറയും ഇപ്പൊ എക്കോ എന്നൊക്കെ പറയത്തില്ലേ, എക്കോ അവിടെ നിന്ന് തുടങ്ങി വെക്കും, ബാക്കി ഇവിടെ വെക്കും. ഇല്ല, ഇന്ന് എക്കോ ഇല്ല. ഞാൻ വേറെ എക്കോ കേൾപ്പിച്ചു തരാം. ഇപ്പൊ നമ്മള് ഹലോ ഹലോ എക്കോ ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ എക്കോ കണ്ണടച്ചിരുന്നോ? ഹലോ ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അനീഷ് കിച്ചന്റെ ഈ പരിപാടിയിൽ ഇതാ ഒരു ഗാനം ആലപിക്കട്ടെ. റാണി നിങ്ങൾക്കായി ഇതാ ഒരു നൂഡിൽസ് കഴിക്കാൻ പോകുന്നു. എന്തായാലും ഇന്നൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ആ എക്കോ അവിടുന്ന് ആ വയറും കട്ട് ചെയ്തേ. ഇന്ന് എന്നോട് എക്കോ ഇല്ല, അല്ല വയറല്ല, എക്കോടെ വയറും കട്ട് ചെയ്തതാന്ന് പറഞ്ഞ് എന്നാക്കിയാ ചെയ്യാ വീട്ടില്. പിള്ളേർക്ക് എന്നാ ഉണ്ടാക്കി കൊടുക്കുന്നത്? പിള്ളേരുടെ വിശേഷം ഒന്നും ചോദിച്ചില്ല. ഭയങ്കര നാണക്കാരിയാ. ഞാൻ പറഞ്ഞു ഒന്ന് പറയാമോ? ഇവിടെ പറഞ്ഞില്ല. ഇല്ല പറഞ്ഞു ഞാൻ അപ്പോഴത്തേക്ക് ഫുഡ് അടിക്കും. പറഞ്ഞോളൂ. ഇല്ലടാ പറഞ്ഞോ. പിള്ളേരെന്തോരായെന്ന് പറഞ്ഞേ? പിള്ളേര് പറഞ്ഞോ. അയ്യോ, എന്റെ അറിവിൽ ഞങ്ങൾക്ക് 2 ഉള്ളു. ഇനി അവളറിയാതെ എനിക്ക് വേറെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നീ അങ്ങനെയൊന്നും വിചാരിച്ച നടക്കത്തില്ല മോളെ. 2 പിള്ളേര്, മോളും. മോൻ എന്നാ ചെയ്യുക? മോൻ +1, മോൾ 10th. ഷഹനാസ്. ഇനി കഴിച്ചു നോക്കൂ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. ചിക്കൻ നൂഡിൽസ് ഞാൻ കഴിക്കാൻ പോവാണ്. അമ്മേ കഴിക്കട്ടെ കഴിക്കട്ടെ കഴിച്ചോ പേടിക്കണ്ട കഴിച്ചോ. ആദ്യത്തെ എപ്പിസോഡ് കുഴപ്പമില്ലാതെ പോയി. 2ാമത്തെ കഴിക്കണ്ട കഴിച്ചോ. ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിച്ചോളാം. നീ ധൈര്യമായിട്ട് കഴിച്ചോളൂ. 3ാമത്തെ എപ്പിസോഡിലൊക്കെ കഴിയട്ടെ. 1 പഴിച്ചാൽ 3 എന്നാണ്.